വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിംഗ് ആണ്. ഇത്തവണ ബീച്ചിലോട്ടാണ് പോകുന്നത്. വെള്ളത്തിലിറങ്ങി കളിക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഫുൾ സെറ്റായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി, ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി. ശരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സിൻ്റെ ദൂരമൊക്കെ ഉള്ളൂ. പക്ഷേ ട്രാഫിക് ഞങ്ങളെ ചതിച്ചു കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി എഴഞ്ഞെഴഞ്ഞാണ് പോയിരുന്നത്. ഒന്ന് ഉറങ്ങി എണീക്കാനുള്ള ടൈം അത്രയും ട്രാഫിക്കിൽ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല സ്പീഡിലാണ് പോയത്. ബീച്ചിലോട്ട് എത്തിയപ്പോഴത്തേനും ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞങ്ങൾക്ക് പണി കിട്ടി. കാരണം ബീച്ച് സൈഡ് മൊത്തം ക്ലോസ് ചെയ്തേക്കായിരുന്നു. അവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബീച്ച് സൈഡ് മൊത്തം കറങ്ങി നോക്കി, കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അവസാനം പള്ളി കണ്ടപ്പോൾ ഹസ്ബൻഡ് നിസ്കരിക്കാനായിട്ട് പോയി. ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ പോസ്റ്റായിരുന്നു. ഏതായാലും നനഞ്ഞിനി കുളിച്ചിട്ടേ കയറുള്ളൂ എന്ന് തീരുമാനിച്ച് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി. പാർക്ക് ത്രൂ നമുക്ക് ബീച്ചിലോട്ട് എൻട്രി ഉണ്ട്. പക്ഷേ പാർക്കിൽ കയറണമെങ്കിൽ പാസ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കയറിയപ്പോൾ ഒരു വിജലിമ്പിച്ച അവസ്ഥയായിരുന്നു. എല്ലാവരും കളിയും കുളിയൊക്കെ കഴിഞ്ഞ് പായും മടക്കി തിരിച്ചു പോകുന്ന ടൈമിലാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഒട്ടും തിരക്കില്ലാത്ത കാരണം പാർക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അത് പിന്നെ നൈറ്റിലെ വ്യൂ എപ്പോഴും ഒരു സ്പെഷ്യലല്ലേ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് നടന്നു. ബീച്ചിലെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത് നല്ലൊരു പ്രൈവസി ആയിട്ട് തോന്നി. നമുക്ക് ലേഡീസിന് കളിക്കാനും വെള്ളത്തിലിറങ്ങാനൊക്കെ കുറച്ചുകൂടി സൗകര്യം തോന്നി. കളിയും കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. കുട്ടികൾക്കൊക്കെ ആകെ കളിച്ച് നല്ല ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പാർക്കിൽ നിന്ന് തിരിച്ചിറങ്ങി. പാർക്കും ബീച്ചൊക്കെ നമുക്കായിട്ട് തുറന്നു വച്ച ഒരവസ്ഥയായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു ദിവസം. തുടക്കം കുറച്ചൊക്കെ പാളിയെങ്കിലും അറ്റ് ദ എൻഡ് ഇറ്റ് വാസ് എൻ അമേസിങ് ഡേ എന്ന് പറയാം. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഔട്ടിങ്സൊക്കെ ഒരു തെറാപ്പി തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിനും ശരീരത്തിനും. പാർക്കിനോടും ബീച്ചിനോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.